പുലിയെ കണ്ട് പേടിച്ച് ഓടുന്നതിനിടെ വീണ് പരിക്ക് പറ്റിയതായി ടാപ്പിംഗ് തൊഴിലാളി. കൊളയാട് പുന്നപ്പാലത്തെ പാണ്ടിമാക്കൽ ബിജുവാണ് പുലിയെ നേരിൽ കണ്ടതായി പറയുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 പുത്തലം ചാലിക്കുന്നിൽ റബ്ബർ ടാപ്പിംഗിനെത്തിയ തൊഴിലാളിയായ പാണ്ടിമാക്കൽ ബിജുവാണ് പുലിയെ നേരിൽ കണ്ടതായി പറഞ്ഞത്. പുലിയെ കണ്ട് പേടിച്ച് ഓടുന്നതിനിടെ വീണ് പരിക്കേറ്റതായും ബിജു പറഞ്ഞു. ഈ മേഖലയിൽ നേരത്തെ പുലിയെ കണ്ടതായി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നുവെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. വനംപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയല്ല കാട്ടുപൂച്ചയാണെന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കുന്നിത്തല വായുന്നൂർ റോഡിൽ മണ്ഡപത്തിന് സമീപം പാതി ഭക്ഷിച്ച നിലയിൽ തെരുവുനായയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളെല്ലാം വൈകിയാണ് തോട്ടങ്ങളിൽ ടാപ്പിംഗിനായി എത്തുന്നത്. പുലി തെരുവുനായയെ പിന്തുടരുന്നതിനിടയിലാണ് പുലിയുടെ മുന്നിൽപ്പെട്ടതെന്നാണ് ബിജു പറയുന്നത്. ഞങ്ങളിങ്ങനെ അപ്പുറം തോട്ടക്കാരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. മറ്റ് 4 മണിക്കാണ് അവിടെ പണി തുടങ്ങുന്നത്. ഞങ്ങൾ 5:45 അവനെ ഫോണും വിളിച്ച് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനും കൂടെ പോകുന്നത്. കറക്റ്റ് ഒരു നായി പുറകെ വരുന്നത്. അപ്പോൾ എന്നെ എപ്പം കാണുന്ന നായ ആയതുകൊണ്ടോ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ നായിനെ കണ്ട് ചീത്തയും പറഞ്ഞിട്ട് കയറി വരുമ്പോഴത്തേക്കും പുറകെ കഴുത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാലെന്ന് വെച്ചാൽ എൻ്റെ ഈ കാലിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പുറകു വശം കണ്ടിട്ടുള്ളൂ. എൻ്റെ ബൈക്കിൻ്റെ താക്കോല് കയ്യിലുണ്ടായിരുന്ന ചായ സാധനം എല്ലാം റോഡിൽ പോയി. പിന്നെ നാട്ടുകാർ വന്നിട്ട് എടുത്ത് തരുകയും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ 3-4 ഇതിൻ്റെപ്പുറം ഒരു വീടുണ്ട്. അതേ ഉള്ളൊരു വീട്. ഓടി പോയി അവിടെ ചെന്ന് അവിടെ വീണ് എന്നിട്ട് അവർ വന്നിട്ടാണ് എനിക്ക് ഇതെല്ലാം എടുക്കുന്നത്. അവിടെ കാട്ടുപൂച്ച ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവർ പറയുന്ന പോലെ കാട്ടുപൂച്ചയല്ല ഇത്. കാട്ടുപൂച്ചയുടെ പട്ടീനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫോറസ്റ്റ് പറയുന്ന അംഗീകരിക്കാനാവില്ല. തന്റെ മുകളിലൂടെ പുലി ചാടിയപ്പോൾ പേടിച്ചു വിറച്ചോടുന്നതിനിടെ വീണ് പരിക്കേറ്റെന്നും തുടർന്ന് ഒരു വിധത്തിൽ പ്രദേശവാസിയായ ബാബുവിന്റെ വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നുവെന്നും ബിജു പറയുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.